ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കടലിലേക്ക്, അതായത് കടലിൻ്റെ നമ്മൾ പറയില്ലേ ഉൾക്കടലിൽ പോയിട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോവാണെന്ന്. അത് ചൂണ്ടൽ പിന്നെ ഇത് കുക്ക് ചെയ്യാനുള്ളതാണ്. അതേപോലെ ഐസ് ബോക്സ്, ഇത് മീൻ പിടിക്കാനുള്ള ഐറ്റംസുകൾ. അതെ വരും. ഐസ് ബോക്സ് ഒക്കെ സെറ്റ് മൂന്ന് പേര് ഇവിടെ വർക്ക് ചെയ്യണതോ, മറീനയിൽ വർക്ക് ചെയ്യണതാണ് അവർ. ഇവിടെ എത്തി കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരാണ് പിന്നെ അവിടേക്ക് കൊണ്ടുപോവുക. ഇങ്ങനത്തെ വണ്ടികളിൽ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ വണ്ടി വരും. ഈ വണ്ടിയിലാണ് പിന്നെ ബോട്ടിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഐസ് ബോക്സ് സാധനങ്ങളൊക്കെയും കയറ്റി വെച്ച്, ചൂണ്ടൽ അതുപോലെ തന്നെ ഐറ്റംസുകൾ ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ ബോട്ടിലേക്ക് പോവാം കേട്ടോ. വണ്ടിയിൽ സാധനങ്ങൾ, ഐറ്റംസുകൾ. ഇതാണ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഞങ്ങളൊരു 3 ബോട്ട് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് റെൻ്റാണ് ഇവിടെ വരുന്നത്. റെൻറ്റും അതുപോലെ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് ഇങ്ങനത്തെ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, നമുക്ക് ശരിയായിട്ട് വാങ്ങിക്കാം. റെൻറ്റിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ 3 ബോട്ടാണ് ഇവിടെ ഉള്ളത്. 4 ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ 3 ബോട്ടുണ്ട്. ഇവിടെ ഐസ് എടുക്കാനുള്ള ഐസ്, മീനൊക്കെ പിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐസ് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഐസ്. ഇതൊക്കെ ഫ്രീ ആട്ടോ, ഐസൊക്കെ ഫ്രീ ആണ്. ഈ ഐസൊക്കെ എടുത്തിട്ട് നമ്മളിത് ഐസൊക്കെ എടുത്തു. ഐസൊക്കെ എടുത്തിട്ട് സെറ്റാക്കി. ഇവിടേക്ക് ഫുള്ള് ബോട്ടുകളാണ്. ഇത് മറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. മറീന ബീച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെയാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയും ബോട്ടൊക്കെയും പാർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഒരു വീക്കെൻഡിലാണ് മെയിനായിട്ട് പോകാറ്. കൂടുതൽ ആൾക്കാർ വീക്കെൻഡിൽ പോകാം. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ബോട്ട് കാണുന്ന സ്പേസിലേക്കും പുറത്തേക്ക് പോയിട്ടുള്ള ആട്ടോ ബോട്ടൊക്കെ അടിച്ച്. നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്യുന്നിടത്താണ് ഇപ്പോൾ പോണത്. നമ്മുടെ C35 എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ഇതിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇവിടെ ഐസ് ബോക്സും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ ബോട്ടുണ്ട്, അതിലേക്ക് പോകും. ചെറിയൊരു ഏരിയ കേട്ടോ, ചെറിയൊരു റോഡാണ്. ഒരെണ്ണം കറക്റ്റ് പോകുള്ളൂ. ഇവിടെയാണ് ഫുള്ള് പരിപാടി. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ഈ ബോട്ട് പുതിയത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വരുമ്പോഴും ഒരു പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോണത്. ഇവിടേക്ക് ഫുള്ള് ബോട്ടുകളാണ്. നമ്മുടെ ഐസ് ബോക്സും എല്ലാ സംഭവങ്ങളൊക്കെ കയറ്റാട്ടാ പോകേണ്ടി വരും. ഇവിടെ നമ്മൾ ഐസ് എടുത്തിട്ടുണ്ട്. ഐസ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതിലേക്ക് വയ്ക്കാം. എടുക്കട്ടെ, ബോക്സ് എടുക്കട്ടെ. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ, മീനൊക്കെയും പിടിച്ച് കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിലാണ് ഐസ് ചൂണ്ടലേക്ക് നമ്മളിതിൽ സെറ്റ് ചെയ്തു. ഐസ് ബോക്സ് ഇനിയിപ്പോൾ ബോക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. അതിലാണ് ബോട്ട് കയറ്റണതും ഇറക്കണതൊക്കെയും. അവർ തന്നെ ട്രാക്ടറുണ്ട്, അതിലാണ്
ഇറക്കാനും കയറ്റാനൊക്കെ നിൽക്കുന്നത്. ഇത് നോക്കിയ ഒരു ഫിഷ് നോക്കിയേ, ഇതൊരു ഫിഷാണ് കേട്ടോ ഈ പോണത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ചൂണ്ടലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചൂണ്ടലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പെട്രോൾ അടിക്കുന്നുണ്ട് ബോട്ടിലേക്ക്. പെട്രോൾ സെറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ട് അത്. ഇവിടെ നിന്നാണ് പെട്രോൾ സ്റ്റേഷൻ. വലിയ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. നാവിഗേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്പീഡും അതിൻ്റെ കടലിന്റെ എത്രയും പകലേക്ക് നമ്മൾ പറയും ഉൾക്കടൽ എന്ന് പറയും. ഉൾക്കടലിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കടലിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ ബീച്ചുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മള് ഫിഷ് ചെയ്യാൻ പോണത്. ഇവിടെയാണ് ചൂണ്ടിടാൻ പോണത്. സെറ്റാക്കാം. ഇതില് വെള്ളം നിറച്ചിടാണ് കേട്ടോ. മീൻ കിട്ടി കഴിഞ്ഞാൽ മീനിടാൻ വേണ്ടിയിട്ട്, ലൈവ് ഫിഷിനിടാൻ വേണ്ടിയിട്ട് ആണ് ടാങ്ക്. ഫ്രഷ് വാട്ടർ. ഇതൊക്കെ നമ്മളെ ചുണ്ടലുകളാട്ടോ.
ഈ ഗ്രീൻ കാണുന്നത് റെഡ് കളർ അതിന്റെ ഫിഷാട്ടോ. ഫിഷാണത്. അപ്പോൾ ചൂണ്ടിടാൻ പോകട്ടെ. അവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോസ്. അപ്പോൾ ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീനടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കരക്കിലേക്ക് കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കുറച്ച് നല്ല അധ്വാനം തന്നെയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യണ മീനാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈസി ആയിട്ട് പിടിച്ച് ഇത് ഫിഷ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കങ്ങനെ കരയ്ക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയൊന്നല്ല അത്. അപ്പോൾ ഞാൻ പിടിച്ച ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭീകര ഫിഷൊന്നുമല്ല. എന്നാലും അത്യാവശ്യം ഒരു 3 കിലോ, ഒരു 3-4 കിലോ അല്ലെങ്കിൽ ഒരു 3 കിലോയ്ക്കും വെയിറ്റ് ഉണ്ടാവണ ഒരു ഫിഷിനെയാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ അതന്നെ അത്യാവശ്യം നന്നായിട്ട് നല്ല ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ പിടിച്ച മീനാട്ടത്. ഇത് കടലിൽ വന്നിട്ട് പിടിക്കുന്നത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. എവിടെയും ഫിഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയും ഫിഷ് അടിച്ചിട്ടുണ്ട്. ഒറ്റതിലൊരു 3 പിടിക്കുന്നുണ്ട്. ഫുള്ള് ഫിഷ് ആട്ട് അടിയില്. ഫുള്ള് ഫിഷ് അടിയില് ഇട്ടപ്പനെ പിടിച്ചുട്ടാ. അതിന് ഇഷ്ടം പോലെ ഫിഷാ. അപ്പൊ എനിക്ക് രണ്ടാമത്തെ മീൻ അടിച്ചുട്ടാ. كن هذا سيم يلا رميش ആമീൻ എന്നെ പിടിച്ച നേരത്തെ പിടിച്ച മീനാട്ടോ. അത് നേരത്തെ പിടിച്ച മീനാ. ഇത് കിങ് ഫിഷിന് വേണ്ടിയിട്ട് ലൈവ് ഫിഷിന് ഇടാറില്ല. ലൈവ് ഫിഷിന് നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫിഷിന്. ഇത് ലൈവ് ഫിഷാണ് കേട്ടോ. കിങ് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ പ്ലേ ഇത് ഇവിടേക്ക് എവിടെ വെച്ചിട്ടുള്ളത്? ഇടുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. ടച്ച് കൊണ്ടല്ലേ. ഫിഷിങ്ങിൻ്റെ ഇടയിൽ ബർഗർ ഉണ്ടാക്കാൻ പോവാട്ടോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെയും സെറ്റ് ചെയ്തിട്ടുള്ളതാണത്. ബർഗർ ഉണ്ടാക്കാൻ പോവാ.
الواحد يعني غوصه ليه؟ هذا اللي بالوي. ബോസാണ് കുക്കി ബർഗർ ഉണ്ടാക്കുന്നത്. എന്താ വൈബല്ലേ. കടലിൻ്റെ നടുക്കിൽ എന്നിട്ട് ബർഗർ. ഇവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. കണ്ട കിളികൾ പറക്കണണ്ട. ഇവിടെ ഫുള്ള് ഫിഷ് ഉണ്ട്. കിളികൾ പറക്കണണ്ട. ഇവിടെ ബോസ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അത് ഒരെണ്ണം നമുക്ക് പഠിച്ചതാ, പക്ഷെ അത് പൊട്ടിച്ചുകൊണ്ട് പോയി. പകുതി നിന്ന് പോയി. ഇതിനെ പുതിയതിനെ കുത്തിയിടാൻ പോവാ. വലിയ ഫിഷ് ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മീനിൻ്റെ പകുതി ചൂണ്ടലും പൊട്ടിച്ചുകൊണ്ട് പോയി. കുളത്തും പൊട്ടിച്ചുകൊണ്ട് പോയി. പിന്നത്തെ ഫിഷിങ്ങൊക്കെയും അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. ഇന്നിപ്പോൾ കിങ് ഫിഷിനെ ആണ് നമ്മൾ പിടിക്കാൻ വേണ്ടി പോയത്. പക്ഷേ കിങ് ഫിഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതൊരെണ്ണം അടിച്ചതാണ്. അത് ചൂണ്ടയ്ക്കും പൊട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇപ്പോൾ തിരിച്ചു പോയ ഇരുട്ടായി. അപ്പോൾ കാരണം തിരിച്ചു പോവാം. തിരിച്ചെത്തി കേട്ടോ. വീണ്ടും തിരിച്ചെത്തി. നമ്മള് നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്യണ സ്ഥലം കേട്ടോ. അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ബോട്ട് വരുമ്പോൾ സ്പെഷ്യലാണ് അവർക്ക്. കാരണം ബോസ് അത്യാവശ്യം നന്നായിട്ട് പൈസ കൊടുക്കുക അവർക്ക്. കാരണം ബോട്ട് എത്തുമ്പോഴേക്കും അവർക്ക് സ്റ്റാഫിന് സന്തോഷമാണ്. നമ്മൾ കിങ് ഫിഷിനെ പിടിക്കാൻ വേണ്ടി എടുത്ത മീനായിട്ടാണ്. വലുത് അടിച്ചതാ. അത് തക്കാളി പോയി. തിരിച്ചു പോകും.